കോളേജിലാണെങ്കിൽ പോലും എന്ന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഞാൻ കറക്റ്റ് പാണപ്പുറം പഠിച്ച ആക്സിഡൻ്റ് ആണെന്ന് ഡേറ്റും വർഷമൊക്കെ. ഇപ്പോൾ ഈ ക്യാൻസർ പറയാൻ തപ്പുണ്ടല്ലോ. എല്ലാം അമ്മയാണ് എന്നെ എല്ലാം പഠിപ്പിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ABCD പഠിപ്പിച്ച അമ്മയാണ്. പിന്നെ 18 വയസ്സിൽ ABCD പഠിപ്പിച്ച അമ്മയാണ്. സൗണ്ട് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ടീച്ചേഴ്സിനെ പോലും, പക്ഷെ ആൾക്കാരെ പോലും. ഇപ്പം എനിക്ക് അവിടെ കണ്ടറിയുന്ന അമ്മയെ പോലും ചിലപ്പം അമ്മയുടെ ബന്ധുക്കളെല്ലാവരും അമ്മയെപ്പോലെ കാണാൻ, പക്ഷേ കാണിക്കാൻ പറ്റിയില്ല. എനിക്ക് തന്നെ എൻ്റെ മനസ്സിൽ വിഷമമാണ്. എന്നെ അടിക്കാൻ വരെ തോന്നിയിട്ടുണ്ട്, പക്ഷേ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമസ്കാരം. അപകടത്തിൽപ്പെട്ട് ഓർമ്മകൾ പോലും നഷ്ടപ്പെട്ട മകനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരമ്മ. പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് സ്വദേശികളായ ഒരമ്മയുടെയും മകൻ്റെയും ജീവിതം ഏറെ വ്യത്യസ്തമാണ്. 2023 സ്കൂട്ടർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ 10% മാത്രമേ പ്രതീക്ഷയുള്ളൂ എന്നാണ് ഡോക്ടർമാർ വിധിയെഴുതിയത്. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് ജെറിൻ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒപ്പം പിന്തുണയുമായി അമ്മ ജൂബി ജോണുമുണ്ട്. ആ ജീവിതം ഓരോന്നായി കൈപ്പിടിയിൽ ഒതുക്കിയ, അല്ലെങ്കിൽ തൻ്റെ ഓർമ്മകൾ ഓരോന്നായി തിരിച്ചു പിടിച്ച ജെറിൻ്റെയും അമ്മ ജൂബി ജോണിൻ്റെയും കഥ നമുക്ക് കേൾക്കാം. ഈ ആക്സിഡൻ്റ് ഉണ്ടായത് എന്താണ്? മാർച്ച് 6 2023. അത് എവിടെ പോയായിരുന്നു? ഒരു സിനിമയ്ക്ക് പോയതായിരുന്നു തിരുവല്ല. ഏത് സിനിമയാണ് കാണാൻ പോയെന്ന് ഓർമ്മയുണ്ടോ? ലവ്ഫുള്ളി യുവേഴ്സ് വേദ. പിന്നീട് ഗുരുതരാവസ്ഥയിലായിരുന്നു ആശുപത്രി ആയിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു 14 ദിവസം. പിന്നെ പല ആശുപത്രി, ലാസ്റ്റ് CMC വലിയ റീഹാബിലായിരുന്നു. ഏകദേശം ഒരു 6 മാസം. അമ്മയ്ക്കറിയാം, എനിക്ക് കറക്റ്റ് ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. ഈ ആക്സിഡൻറ്റ് ഡേറ്റ് എന്നെ പറഞ്ഞ് പഠിപ്പിച്ച, പക്ഷേ ഓർത്തെടുത്ത എല്ലാവരും എൻ്റെ അടുത്തും ചോദിക്കും എന്നാ പറ്റി. കോളേജിലാണെങ്കിൽ പോലും എന്ന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഞാൻ കറക്റ്റ് പാണപ്പുറം പഠിച്ച ആക്സിഡൻ്റ് ആണെന്ന് ഡേറ്റും വർഷമൊക്കെ. ഇപ്പോൾ ഈ ക്യാൻസർ പറയാൻ തപ്പുണ്ടല്ലോ, പെട്ടെന്ന് ആൻസർ പറയാം. അതിന് വേണ്ടി ശരിക്കും ഓർമ്മകൾ പോലും നഷ്ടപ്പെട്ടു പോയല്ലോ. അതിൽ നിന്നുള്ള തിരിച്ചുവരവാണ് ഉണ്ടായത്. അതെ, എല്ലാം അമ്മയാണ് എന്നെ എല്ലാം പഠിപ്പിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ABCD പഠിപ്പിച്ച അമ്മയാണ്. പിന്നെ 18 വയസ്സിൽ ABCD പഠിപ്പിച്ച അമ്മയാണ്. പിന്നെ അവിടെ എന്നെ തെറാപ്പി ഉണ്ടായിരുന്നു, സ്പീച്ച് തെറാപ്പി, ഓക്യുപ്പേഷൻ തെറാപ്പി, പല തെറാപ്പി, പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ കഴിക്കാൻ പഠിപ്പിക്കുന്നു. പക്ഷെ എല്ലാം ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കുകയായിരുന്നു. കൂട്ടുകാരെ പോലും തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവരുടെ ശബ്ദം കേട്ടാണ് ഞാൻ മിക്കവാറും ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ ആൾക്കാരെ പോലും, എൻ്റെ കോളേജിൽ 2 വർഷമായി പഠിക്കുന്നു, എനിക്കിപ്പോഴും എൻ്റെ ക്ലാസ്സിൽ എല്ലാം പിള്ളേരെ അങ്ങനെ തിരിച്ചറിയത്തില്ല. സൗണ്ട് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ടീച്ചേഴ്സിനെ പോലും, പക്ഷെ ആൾക്കാരെ പോലും. ഇപ്പം എനിക്ക് അവിടെ കണ്ടറിയുന്ന അമ്മയെ പോലും ചിലപ്പം അമ്മയുടെ ബന്ധുക്കളെല്ലാവരും അമ്മയെപ്പോലെ കാണാൻ, അപ്പോൾ എനിക്ക് അമ്മയെ പോലും മാറിപ്പോവും. ഓരോ അപകടത്തിന് ശേഷം ഓരോരോ കാര്യങ്ങൾ, നേട്ടങ്ങൾ ഓരോന്നായിട്ട് മോൻ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് +2 ഒക്കെ എഴുതിയത്. +2 എഴുതി, സ്ക്രൈബിന് സഹായം ഉണ്ടായിരുന്നു. +2 എഴുതി പഠിച്ചു. ഇപ്പം എൻ്റെ ജൂനിയേഴ്സ്, ഞാൻ +2 ചെയ്തപ്പോൾ എൻ്റെ കൂടെ ജൂനിയേഴ്സ് ആയിരുന്നു, അവർ എന്നെ പഠിപ്പിച്ചു. അവർ സഹായം വെച്ചാൽ ടൈം ടിയ, അവരൊക്കെ സഹായത്തിലായിരുന്നു ഞാൻ +2 എക്സാം എഴുതിയത്. ശേഷം ഇപ്പം എന്ത് ചെയ്യുന്നു? ഇപ്പം ഞാൻ BA ഇംഗ്ലീഷിന് കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് 2nd ഇയർ പഠിക്കുന്നു. അതെങ്ങനെയാണ് കോളേജിലേക്ക് പോകുന്നത്? അപ്പം അമ്മ കൊണ്ടുവരും, ഡെയിലി അമ്മ കൊണ്ടുവരാൻ വരും. ശരി. ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർമ്മ നിൽക്കുന്നുണ്ടോ? പെട്ടെന്ന് മറക്കും. ഞാൻ ഇന്ന് രാവിലെ 4:30 എഴുന്നേറ്റ് പഠിക്കും, എന്നിട്ടും പരീക്ഷ എഴുതും മറന്നു പോകും. ഇപ്പം 2nd ഇയർ ആയപ്പോൾ തന്നെ ഏകദേശം 6 സബ്ജക്റ്റാണ് ഉള്ളത്. ഞാൻ എല്ലാ സബ്ജക്റ്റും മിക്കവാറും എല്ലാത്തിനും സപ്ലൈ ചെയ്ത് തുടങ്ങി. പഠിക്കാനായിട്ട് ആഗ്രഹമാണ്? പഠിക്കാൻ ഭയങ്കര ആഗ്രഹം. പഠിക്കാനുള്ള ആഗ്രഹം അന്ന് തൊട്ടേ ഉണ്ട്, ആക്സിഡൻ്റ് ആയപ്പോൾ തൊട്ടേ ഉണ്ട്. കാരണം എനിക്ക് പേടിയായിരുന്നു ഞാൻ പിന്നോട്ട് പോകും. എൻ്റെ ഫ്രണ്ട്സൊക്കെ അന്ന് അമ്മ പറയുമായിരുന്നു, ഫ്രണ്ട്സൊക്കെ എല്ലാം പഠിച്ചു പോകും, നീ പഠിക്കണം. പിന്നെ അമ്മയുടെ പ്രചോദനമാണ് മെയിൻ. വലിയ കറേജാണ് അമ്മ നൽകുന്നത്.
യെസ്. അതിൻ്റെ ഇടയിൽ ഒരു അംബീഷൻ ഉണ്ടായിരുന്നു, ഒരു വാഹനമൊക്കെ സ്വന്തമായിട്ട് വാങ്ങിയില്ലേ, അതെങ്ങനെ? അതെ, അത് ഞാൻ ആക്സിഡൻ്റ് ആകുന്ന മുന്നേ ഞാൻ വണ്ടി ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ ഈ വണ്ടി ഇന്ത്യയിൽ ഇറങ്ങുന്ന മുന്നേ, കേരളത്തിൽ ഇറങ്ങുന്ന മുന്നേ എനിക്ക് അറിയായിരുന്നു ഇത് ഇറങ്ങുന്നത്. അപ്പം ഞാൻ മാരുതിയുടെ വണ്ടിയാണ്. കമ്പനി വിളിച്ച് വണ്ടി ബുക്ക് ചെയ്തായിരുന്നു. അപ്പയോട് പറഞ്ഞിട്ട് ബുക്ക് ചെയ്തായിരുന്നു. അപ്പയും സപ്പോർട്ടായിരുന്നു. അപ്പ UK-ലാണ്, ബിജി എന്ന പേര്. അപ്പ സപ്പോർട്ട് ചെയ്തു. പിന്നെ അപ്പ പറഞ്ഞ് ബുക്ക് ചെയ്തോളാം. പക്ഷെ എൻ്റെ അന്നത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് പഠിക്കാം ബാംഗ്ലൂർ. നേഴ്സിംഗ് അല്ല, അന്നും BA ഇംഗ്ലീഷ് ആയിരുന്നു, ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂർ. പഠിക്കാനായിരുന്നു അപ്പോൾ ഈ വണ്ടിയും കൊണ്ട് പോകും. അന്ന് ആഗ്രഹമായിരുന്നു. എനിക്ക് പഴയ വണ്ടി ഉണ്ടായിരുന്നു, അത് അമ്മയ്ക്ക്. ഇപ്പം ഈ വാഹനത്തിൽ യാത്ര ഇഷ്ടമാണ്? യാത്ര ഇഷ്ടമാണ്. ആരാണ് വാഹനം ഓടിക്കുന്നത്? ആര്? അമ്മയാണോ ഓടിക്കുന്നത്? അമ്മയ്ക്കൊപ്പം യാത്ര തുടരുകയാണ്. അതെ, ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, പുസ്തകങ്ങളൊക്കെ എഴുതിയില്ലേ? എനിക്ക് എഴുതുന്ന ശീലം പണ്ട് തൊട്ടെന്ന് പറഞ്ഞാൽ, പണ്ട് എനിക്കൊരു ചെറിയ കാമുക ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് വേണ്ടി ഇംഗ്ലീഷ് കവിത എഴുതുമായിരുന്നു. പക്ഷെ അതിനൊരു സിനിമയെ കണ്ട്, ഒരു ഇംഗ്ലീഷ് സിനിമയെ കണ്ട്. പക്ഷെ ആ കാമുകി അറിയാതെ കാമുകൻ കവിത എഴുതും. എന്നിട്ട് ലാസ്റ്റ് പ്രപ്പോസൽ സമയത്ത് കാമുകിക്ക് കവിത കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവർ ഇഷ്ടപ്പെടും. ഫാൻസി സ്റ്റോറി, ക്ലീശ റൊമാൻറ്റിക് ലവ് സ്റ്റോറി. അപ്പം അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ കവിത എഴുതാൻ തുടങ്ങി. പക്ഷേ കാണിക്കാൻ പറ്റിയില്ല. ഇന്ന് വരെ ഞാൻ കാണിച്ചിട്ടുമില്ല, അവളടുത്ത് പറഞ്ഞിട്ടുമില്ല. ഇപ്പം അവിടെ ഇല്ല. ഓർമ്മയിലുണ്ടാവില്ല. ഓർമ്മയിലുണ്ടോയെന്ന് വെച്ചാൽ ഇപ്പം ഈ കണ്ട തിരിച്ചറിയത്തില്ല. പറഞ്ഞാൽ മനസ്സിലാവും. സ്കൂൾ കാലഘട്ടങ്ങളിലും ആ കുട്ടിക്കാലം ഒന്നും ഓർമ്മയുണ്ടോ? അങ്ങനെ കറക്റ്റായിട്ടൊന്നും ഓർമ്മയില്ല. പക്ഷേ പറഞ്ഞാൽ ഓർത്തെടുക്കാം. പിന്നെന്താണ് അടുത്ത അംബീഷൻ? എന്താണ് അംബീഷൻ? എനിക്ക് ഇംഗ്ലീഷ് പഠിച്ച് പോകണം. ലൈഫ് സ്റ്റോറി എഴുതാം. ഇപ്പം ഞാൻ ബുക്ക് എഴുതുന്നുണ്ട്. പക്ഷെ അതിറങ്ങി എനിക്ക് എഴുത്താണ് ഇഷ്ടം, താല്പര്യം. അപ്പം എഴുതിയ ആ പുസ്തകത്തിൻ്റെ പേരെന്താണ് ഇട്ടിരിക്കുന്നത്? വേർ ഐ ലോസ്റ്റ് മൈ സെൽഫ്, മാർക്ക്ഡ് ബൈ എ സ്മൈൽ. പക്ഷെ ആ ബുക്കിൻ്റെ ചട്ടയ്ക്ക് തന്നെ ഞാൻ ഡിസൈൻ ചെയ്ത കവർ പേജ്, ഫ്രണ്ട് പേജും ബാക്ക് പേജും ഒക്കെ. ആ പേരും ഭയങ്കര വേർ ഐ ലോസ്റ്റ് മൈ സെൽഫ്, മാർക്ക്ഡ് ബൈ സ്മൈൽ എന്ന് പറയുമ്പം, പക്ഷേ ആഫ്റ്റർ ആക്സിഡൻറ്റ് എന്നെ തന്നെ എനിക്ക് കടഞ്ഞുപോയി. പക്ഷെ നഷ്ടപ്പെട്ടെന്ന് പറയാം. പിന്നെ മാർക്ക് ബൈ സ്മൈൽ എന്ന് പറയുമ്പോൾ എനിക്ക് ആക്സിഡൻറ്റിന് ശേഷം എൻ്റെ മുഖത്ത് ഒറ്റ ഇമോഷനേ ഉള്ളൂ, എപ്പോഴും ചിരി. പക്ഷെ എന്ത് സങ്കടം വന്നാലും ചിരിച്ചുകൊണ്ടിരിക്കും, ദേഷ്യം വന്നാലും ചിരിച്ചുകൊണ്ടിരിക്കും. ദേഷ്യം അങ്ങനെ വേറില്ല, എന്നാലും ഇപ്പം എല്ലാത്തിനും ചിരി. വിഷമം വന്നാലും ചിരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വിഷമത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ബന്ധു ഈ അടുത്ത് മരിച്ചായിരുന്നു. അപ്പോൾ TV ലൈവ് ഉണ്ടായിരുന്നു. അതിനാ TV കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തന്നെ എൻ്റെ മനസ്സിൽ വിഷമമാണ്, എന്നെ അടിക്കാൻ വരെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് വിഷമിക്കേണ്ട, അത് മോൻ്റെ ഒരു ഇതിൻ്റെ ആണല്ലോ, റിക്കവർ ചെയ്ത് വരുന്നതിൻ്റെ ഒരു ഇതാണ്, അതൊക്കെ മാറിക്കോളും. പിന്നെ കോളേജിലും പ്രശ്നമാണ്. പിള്ളേർക്ക് സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. അവർ ചിലപ്പോൾ സീരിയസ് കാര്യമായിരിക്കും പറയുന്നത്, അപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് വെച്ചാൽ ഇൻറ്റൻഷനേ അല്ല, അറിയാതെ വന്നു ചിരിയാക്കി. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ചുള്ള എൻ്റെ മിണ്ടത്തില്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. കൂട്ടുകാരെ കാണാൻ വരാറുണ്ടോ? ഇവിടെ പണ്ട് എൻ്റെ +1 +2 പഠിച്ച കൂട്ടുകാർ ചിലപ്പോൾ വരും. എൻ്റെ ബർത്ത്ഡേക്ക് വന്നായിരുന്നു. ഞങ്ങൾ എന്നിട്ട് പുറത്തൊക്കെ ഇറങ്ങാൻ പോയി, ചങ്ങനാശ്ശേരി ഭക്ഷണം കഴിച്ചു. കൂട്ടുകാരൊക്കെ സപ്പോർട്ടാണ്. +2 പഠിച്ച് ഹോസ്പിറ്റലിൽ ഞാൻ ചെന്ന് കാണുമ്പം ഇവന് CT സ്കാനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരിക. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 10% പ്രതീക്ഷിച്ചാൽ മതി, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും, എല്ലാം ദൈവത്തിൽ പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു. അന്നെൻ്റെ മനസ്സിൽ ഇവനൊരു ശ്വാസം എടുക്കാനെങ്കിലും ഒന്നും ആയി കിട്ടണം, എനിക്കിവനെ ഒന്നും കണ്ടുകൊണ്ടിരിക്കാനുള്ള പരുവത്തിൽ കിട്ടിയാൽ മതി എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ദൈവം അവനിവിടം വരെ എത്തിച്ചു. ഞങ്ങൾ ആദ്യം ഫെലോഷിപ്പിലാണ് കൊണ്ടുപോയി, അവിടുന്ന് പിന്നെ പുഷ്പഗിരി കൊണ്ടുപോയി. അവിടുന്ന് 1.5 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വലിയൊരു CMCയിലോട്ട് പോകുന്നു. അവിടുത്തെ 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ്, ഫിസിയോതെറാപ്പികൾ, ഒരുപാട് തെറാപ്പിയാണ്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നിട്ടും ഞങ്ങളിപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഒരു 2 month ബിഫോർ ഞങ്ങളെല്ലാവരും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ ഒരു തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു, ഡോണി എന്നാണ് പേര്. അവൻ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അവൻ്റെ ഒരു നല്ലൊരു സപ്പോർട്ട് കൊണ്ടാണ് അവൻ ഇത്രയൊക്കെ ആയി
തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ബെഡിൽ തന്നെയായിരുന്നു. ഞാൻ ബെഡിൽ തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അവന് എഴുന്നേൽക്കാനോ ഒന്നും പറ്റത്തില്ല, തിരിയാനോ മറിയാനോ ഒന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങനെ അവിടുന്ന് ഇവിടം വരെ എത്തിച്ചു അവനെ. അപ്പം ഓർമ്മകൾ പോലും നഷ്ടപ്പെട്ടു പോയിരുന്നല്ലോ. എല്ലാം എന്നെ പോലും തിരിച്ചറിയത്തില്ലായിരുന്നു. അവന് ഒരു കാര്യവും അറിയത്തില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവനൊന്നും ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു. പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു. 10th 9 ഉണ്ടായിരുന്നു, A+ ഒക്കെ. ഒരു Aയും 9 A+ ആയിരുന്നു. പിന്നെ ചെറുപ്പത്തിലേ അവൻ വായിക്കുമായിരുന്നു ഒരുപാട്. ഇപ്പോഴാണ് അവൻ എഴുതാനൊക്കെ തുടങ്ങിയത്. ഇനി പഠനം തുടങ്ങിയിട്ടുണ്ട്, എല്ലാം ഓരോന്നോരോന്നായി തിരിച്ചു പിടിക്കുകയാണ്. അതെ അതെ. വേറെ എന്തെങ്കിലും ഇമോഷണലായിട്ട് പുള്ളി അങ്ങനൊന്നും ഇല്ല ഇപ്പം ഇല്ല. അവനങ്ങനെ മുന്നോട്ട് വേണ്ട, ഞാൻ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് വന്നു. 17 വയസ്സിലാണ് അപകടത്തിൽപ്പെടുന്നത്. ഇപ്പം വയസ്സ് എത്രയാണ് മോനെ? ഇപ്പം 21 വയസ്സായി. ഇത് ഞങ്ങളുടെ മമ്മിയുടെ ഒത്തിരി സപ്പോർട്ടുണ്ട് ഞങ്ങൾക്ക്. മമ്മിയുടെയും പപ്പയുടെയും എല്ലാം. പപ്പ ഇവിടെ ഇല്ലെങ്കിലും പുള്ളിയുടെ ഫുൾ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ റിലേറ്റീവ്സ് അല്ലാതെ ഒരുപാട് പേര്, നമുക്കങ്ങനെ ഒരാളുടെ പേരൊന്നും എടുത്ത് പറയാൻ പറ്റത്തില്ല. ഒരുപാട് പേര് സപ്പോർട്ട് കൊണ്ടാണ് ജെറിന് ഇവിടം വരെ എത്താൻ പറ്റിയത്. പപ്പയാണെങ്കിലും ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പം വളരെ ഇമോഷണലായിട്ടാണ് സംസാരിച്ചത്. നല്ലൊരു മിടുക്കൻ കുട്ടിയാണ്. അതെ, അവന് ഒത്തിരി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പയ്യനായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷനുണ്ട്. അവൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അവനെങ്ങനെ വീൽ ചെയറിലായി പോയല്ലോ എന്നുള്ളൊരു ടെൻഷനുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കതൊന്നുമില്ല. അവൻ റിക്കവർ ചെയ്ത് വരും എന്നുള്ളൊരു പ്രതീക്ഷ.